Colson Skok, Nobody 2. 2021 ആക്ഷൻ ത്രില്ലറായിട്ടുള്ള നോബഡിയുടെ സീക്വലാണ്. ഡയറക്ടർ വേറെ ആളാണ്, പക്ഷേ റൈറ്റർ സെയിം ആണ്. ഡയറക്ട് കോൾസ്റ്റഡ്, അദ്ദേഹം ജോൺ വിക്കിൻ്റെ റൈറ്ററാണ്. അപ്പോഴേ അറിയാലോ, അതേ പാറ്റേണിലുള്ള ഒരു സിനിമയാണ് രണ്ടും, നോബഡിയും ഇതും നോബഡി 2ഉം. പക്ഷേ അളവക്ക് ജോൺ വിക്കിൻ്റെ അളവക്ക് അത്രയും ലാർജ് സ്കെയിൽ പടമില്ല, പക്ഷേ നല്ല രസത്തിൽ. നോബഡി കണ്ടുള്ളവർക്ക് അറിയാം, സ്റ്റോറി പാറ്റേൺ സെയിം ബട്ട് ഡിഫറെൻറ്റ്. സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സിഡൻ്റലി എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു അസാസിൻ, റിട്ടയർഡ് അസാസിൻ, ഒരു എക്സ് അസാസിൻ. ഈ സിനിമ, അതായത് നോബഡി കണ്ടില്ലെങ്കിൽ പോലും ഇത് കാണാവുന്നുള്ളൂ. അത് കണ്ടാലേ ഇത് കാണാവുമെന്ന് എനിക്ക് സിനിമ കണ്ട ശേഷം തോന്നിയിട്ടില്ല. കാരണം ഇത് വേറൊരു കൈൻഡ് ഓഫ് ഹാപ്പനിങ്സും സീക്വൻസും ഇൻസിഡൻസൊക്കെയാണ്. കംപ്ലീറ്റ് സെറ്റിങ്ങും സിനാരിയൊക്കെ വേറെയാണ്. മുൻപുള്ള കഥാപാത്രങ്ങളാണ് ഇതിലും ഉള്ളത് എന്ന് മാത്രം. ബോബ് ഓഡങ്കക്ക്, അദ്ദേഹമാണ് ഇതിലെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഹച്ച്. പുള്ളിയാണ് ഞാൻ പറഞ്ഞില്ല ഈ ഫോമർ അസാസിൻ. കോനി നീൽസനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട്. പിന്നെ 2 മക്കൾ. ഇതിലെ പെൺകുട്ടി കുറച്ച് വലുതായിട്ടുണ്ട്, മറ്റേ പയ്യനെ ജസ്റ്റിൻ ബീബറിനെ പോലുള്ള പയ്യൻ അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഇവർ ഒരു ഹോളിഡേ, ഒരു വെക്കേഷന്, ഒരു ട്രിപ്പ് പോകുന്നതാണ് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ സ്ഥലത്ത്. അവിടെ നിന്നുണ്ടാകുന്ന ഇൻസിഡൻസ് ആണ്. ക്രിസ്റ്റഫർ ലോയിഡൊക്കെ ഉണ്ട്, എൻ്റെ കിളവൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മാസം. ഇത് ടിപ്പിക്കൽ ഫോമാറ്റ് സിനിമയാണ് ഇത്. പക്ഷേ കണ്ടിരിക്കുക, നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കുക. 1.5 മണിക്കൂറുള്ളൂ. പക്ഷേ 2 ഉണ്ണിയെന്ന് ചോദിച്ച പോലെ 2 ഇൻ്റർവെല്ലൊക്കെ. ആദ്യം സിനിമക്കാർ ഓഫാക്കിയ ഇൻ്റർവെല്ല്, പിന്നെ മറ്റേ സ്മോക്കിങ്ങിൻ്റെ പരസ്യം കാണിക്കുന്ന വേറെ ഇൻ്റർവെല്ല്. അങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്സിഡൻ്റലി എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെടുക. അപ്പോൾ ഇയാൾ ആരാന്നറിയില്ല. അതാണ് ടിപ്പിക്കൽ ഫോമാറ്റ്, അറിയാലോ, നമ്മളെല്ലാ സിനിമയിലും കാണുന്ന സാധനമാണ് ഒരുപാട് സിനിമകളിൽ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ്. ഇതിലെല്ലാ പരിപാടിയുണ്ട്. കട്ടിങ്, ഷേവിങ്ങും, ഗൺ ഫയറും, കുറേ സീൻസും, അങ്ങനെ കുറച്ച് കത്തി സീൻസും ഉണ്ട്. പക്ഷേ നല്ല രസം, അറ്റ്മോസ്ഫിയർ, നല്ല വിഷ്വൽസ്, നല്ല ഫാസ്റ്റ് കട്ട്സ്, ഗംഭീര സൗണ്ടിങ്, പിന്നെ പെർഫോമൻസസും. അങ്ങനെ രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. സന്തോഷ് പണ്ഡിറ്റിനോട് ഏതൊരു സിനിമയിൽ നിങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, നടന്നു വന്നോ. അതുപോലെ ഇതിൽ ബോബിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോഴും ഡോർ വഴി വന്നു എന്ന് പറയുന്നുണ്ട്. ഈസ് നോട്ട് ജസ്റ്റ് എ ടൂറിസ്റ്റ്, ഐ ആം വിത്ത് മൈ ഫാമിലി മേക്കിംഗ് മെമ്മറീസ്. നോബഡി 2, who cares?